അതെ, നമുക്കിന്ന് ചിക്കൻ ഉലർത്തിയത് ഉണ്ടാക്കിയാലോ? ചപ്പാത്തി, പൊറോട്ട ഇതിന്റെ കൂടെയൊക്കെ ഈ കറി നല്ല കോമ്പിനേഷൻ ആകട്ടോ. ഞാനിവിടെ 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ നന്നായി കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് ആദ്യം ഒന്ന് വേവിക്കണം. അതിൻ്റെ കൂടെ ചേർക്കാൻ ഒരു സവോള, 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, ഒരു 1/4 കുടം വെളുത്തുള്ളി, ഇതെല്ലാം തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വലിയ തക്കാളിയുടെ പകുതിയും എടുത്തു വെച്ചിട്ടുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും വേണം. ഇനി 2 സവോളയും 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും ഒരു 1/4 കുടം വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മസാലപ്പൊടിയുമാണിത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവോളയെല്ലാം ഒന്ന് നീളത്തിലരിഞ്ഞു വെക്കാം. ഇനി ഇഞ്ചി ഒന്ന് നീളത്തിൽ അരിഞ്ഞു വെക്കാം. വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചു വെക്കാം. ടൊമാറ്റോ ഒന്ന് റഫായിട്ട് ചോപ്പ് ചെയ്ത് വെക്കാം. ഇനി ചിക്കൻ വേവിക്കാനുള്ള ഒരു പാത്രത്തിൽ അരിഞ്ഞതെല്ലാം ഇട്ട് കൂടെ ആ മസാലപ്പൊടികളും ഉപ്പും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യണം. കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. ഇനി അതിലേക്ക് ചിക്കൻ പീസസും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അത് കുക്ക് ചെയ്യാം. വേണമെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി കുറച്ചു നേരം കൂടെ മൂടി വെച്ച് വേവിക്കാം. ചിക്കൻ കുക്കാകുന്ന നേരം കൊണ്ട് നമുക്ക് അത് ഉലർത്താനുള്ളതെല്ലാം റെഡിയാക്കി വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 5-6 കുരുമുളകും 2-3 ഗ്രാമ്പുവും ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയും ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അതിനുശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് നമുക്ക് വഴറ്റാം. കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റാം. പെട്ടെന്ന് വഴന്നു വരുമല്ലോ. ഇതിനിടയ്ക്ക് ചിക്കൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ, കുക്കായോ ഒന്ന്. കുക്കായിട്ടുണ്ട്. നമുക്കിനി ഈ പാൻ മാറ്റി വയ്ക്കാം. സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ടോട്ടൽ 4 ടീസ്പൂൺ മുളക് പൊടിയും 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലയുമാണ് ഈ കറിക്ക് ടോട്ടൽ നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം. ഇനി ആ ഗ്രേവിയും കൂടെ അതിലേക്ക് ചേർത്ത് തിളപ്പിച്ച് പറ്റിച്ച് എടുക്കാം.
ഗ്രേവി എല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ചിക്കൻ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.